എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ജിജോ വാളുക്കാരൻ, ഇറ്റലിയിൽ നിന്നാണ്. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതായത് ഇറ്റലിയിലേക്ക് എങ്ങനെ വരാം, ഇറ്റലിയിൽ വന്നാൽ നമുക്ക് ജോലി കിട്ടുമോ, വിസ കിട്ടുമോ എന്നുള്ളത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു ഈ സ്റ്റഡി വിസയ്ക്ക് എങ്ങനെയാണ് വരുന്നത്, അത് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുമായിട്ട് വന്ന എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ആ 2 സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യാണ്. വേറെ ആരുമല്ല, നമ്മുടെ വാഷിദ് ആൻഡ് അനുരാജ്. അപ്പോൾ വാഷിദ്, അനുരാജ്, വാം വെൽക്കം. നമസ്കാരമുണ്ട് വാഷിദ്. അപ്പോൾ ഇത് നമ്മുടെ അനുരാജ്, വാഷിദ്. അനുരാജ് നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, രണ്ടുപേരും അടുത്തടുത്താണ്. അതെ. അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കുന്നത്, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് കാരണം വെച്ചാൽ ഒരാൾ ഇപ്പം നമ്മുടെ ABCD അറിയില്ല, ഇത് അവർക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തുടക്കം എങ്ങനെ കുറിച്ചത്, ഇങ്ങോട്ട് വരാനായിട്ട്? അതായത് ഞാൻ ഇറ്റലിയിലോട്ട് വന്നത് 2015 അപ്പോൾ 2015 സെപ്റ്റംബറിൽ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ഇന്നത്തെ പോലെ. അപ്പോൾ ഞാൻ വന്നത് ഒരു ഏജൻസി വഴിയാണ്, എറണാകുളത്തുള്ളൊരു ഏജൻസി വഴി. അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CV അവിടെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സാണ് വേണ്ടതെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഒരു പ്രയോറിറ്റിയോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, നമ്മൾ അവർക്കുള്ള ഫീസ് കൊടുത്താൽ മതി. അപ്പോൾ അന്ന് എനിക്കൊരു 2.5-3 ലക്ഷം രൂപയുടെ അടുത്ത് അന്ന് ചിലവായിട്ടുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏജൻസി വഴിയാണ് വന്നതെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, 4 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1 വർഷം ജോബ് സെർച്ച് ചെയ്തു. പിന്നീടാണ് എനിക്ക് തോന്നി മാസ്റ്റേഴ്സ് ചെയ്താലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇറ്റലിയിൽ, ഇങ്ങനൊരു സംഭവമുണ്ട്, മാസ്റ്റേഴ്സ് ചെയ്യാം ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഇതുപോലൊരു ഏജൻസിയിൽ പോയി. ഏജൻസിയിൽ നമുക്ക് എന്ത് കോഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ് ഞാൻ വന്നത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 2 വർഷത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ പോയി. അവരൊരു എമൗണ്ട് പറഞ്ഞു. അവരുടെ ഫീസ് എന്ന് പറയുന്നത് 1,75,000 രൂപയായിരുന്നു. 1,75,000 രൂപ കൊടുത്തു. അനുരാജും അത്ര തന്നെ കൊടുത്തു കാണാൻ. ഞാൻ അതിൽ കൂടുതൽ കൊടുത്തു. കാരണം ഇവൻ വന്നത് 2016 ഞാൻ വന്നതിന് 1 വർഷത്തിന് ശേഷമാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത് ഏത് സമയത്താണ് നമ്മൾ ഇതിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്? അതായത് സെപ്റ്റംബറിലാണ് പൊതുവെ ഇവിടുത്തെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. യൂറോപ്പിലെ മൊത്തത്തിൽ സെപ്റ്റംബർ ഇൻടേക്ക് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ എല്ലാ യൂണിവേഴ്സിറ്റിയിലും, മെയിൻ സ്ട്രീം യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരു ജൂൺ ജൂലൈ എൻഡിൽ വരെ ആയിരിക്കും അപ്ലിക്കേഷൻ ഡെഡ് ലൈൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു ഫെബ്രുവരി മാർച്ച് ഒക്കെ തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. പക്ഷെ ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ പോളിടെക്നിക്കോ ദി മിലാനോ ഒക്കെ 1 വർഷം മുമ്പേ, അതായത് ഇപ്പൊ ഇന്ന് സെപ്റ്റംബറിൽ, ഈ വർഷം സെപ്റ്റംബറിൽ തുടങ്ങുന്നതിന് കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ട് 1 വർഷം മുമ്പേ കുറച്ചുകൂടെ വലിയ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമോ, ഇതിന്റെ റാങ്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി? അതായത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ QS റാങ്കിങ്ങിന്റെ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് യൂണിവേഴ്സിറ്റികൾ ഏതാണ് നല്ലത്, നമ്മളെ കോഴ്സ് ഏതാണ്. ഇപ്പൊ ഞാൻ പഠിച്ചത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഇറ്റലിയിൽ ഏതാണെന്ന് നോക്കി അങ്ങനെയാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അല്ല, അപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഏജൻസി വഴിയായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് അറിയാമോ ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് അവർക്ക് ടൈപ്പ് അങ്ങനെ വല്ലതും ഉണ്ടോ? അത് ടൈപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല യൂണിവേഴ്സിറ്റികളൊന്നും അങ്ങനെ ആയിരിക്കണം ചെയ്യണമെന്നില്ല. ഇപ്പോൾ എയറോസ്പേസിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ പീസ അല്ലെങ്കിൽ മിലാനോ, റോമ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് വരുന്നത്. അപ്പോൾ ഏജൻസികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ പ്രയോറിറ്റി ഒക്കെ എഴുതി മേടിക്കുമായിരിക്കും. പക്ഷെ അത് തന്നെ അവർ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഏജൻസിയിൽ ഞാൻ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ഒരു അപ്ലിക്കേഷനെ വന്നിട്ടില്ല. അങ്ങനെ അനുരാജ് അവിടുന്ന് ഉദ്ദേശിച്ച ഇത് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റി, അത് ചെയ്യാൻ പറ്റി. അത് പക്ഷെ ഞാൻ തന്നെ പിന്നെ മുൻകൈ എടുത്ത് യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഏജൻസി പോയി സംസാരിച്ചു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പറയും എങ്ങനെയാന്ന് വെച്ചാൽ, അവർ പറയും നിങ്ങൾ തരൂ, ലിസ്റ്റ് തരൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി തരൂ എന്ന് പറയും. പക്ഷെ ഫൈനലി ഔട്ട്കം വരുന്നത് അവരെ
കയ്യിലുള്ള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളിൽ അവർ കാരണം ഏജൻസിക്ക് പൈസയാണല്ലോ. അല്ല അങ്ങനെ ഒരു കോഴ്സിന് ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ ഓരോ കോഴ്സിനനുസരിച്ച് ഏജൻസിന് പൈസ വ്യത്യാസങ്ങളുണ്ടോ? അത് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഫീ ഒക്കെ ഏകദേശം സെയിം ആണ്. ഈ ഇറ്റലിയിലെ എല്ലാ യൂണിവേഴ്സിറ്റി എല്ലാ ഒരുമാതിരി പ്രൈവറ്റ് കോഴ്സുകൾ അല്ലാത്ത കോഴ്സുകൾക്കൊക്കെ ഏകദേശം സെയിം ഫീസാണ്. അപ്പോൾ കോഴ്സ് അനുസരിച്ച് അങ്ങനെ മാറാൻ സാധ്യതയില്ല. ഇല്ലല്ലേ? പക്ഷെ ഇതിപ്പോ നമ്മൾക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഏജൻസി ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് മേടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കണത് എങ്ങനെയാണത്? അതിന് വല്ല മാനദണ്ഡങ്ങൾ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടില് ബിടെക് ആണ് പഠിച്ചത്. അപ്പൊ ഞാൻ ബിടെക് പഠിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ എംടെക് ചെയ്യാൻ വേണ്ടിട്ട് വന്നു. ഞാൻ ബിടെക് എയറോനോട്ടിക്കലാണ് പഠിച്ചത്. എയറോസ്പേസ് ആണ് ഞാൻ MSc ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബേസിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഏതാന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നിങ്ങൾ ഇവിടേക്ക് വരാൻ കാരണം നിങ്ങൾക്ക് അല്ല, നീ പഠിച്ചത് ഫിറൻസിലല്ലേ? ഞാൻ പഠിച്ചത് പീസല പഠിച്ചത്. ഇവിടെ ഊതിനെ പഠിച്ചു. ഓക്കെ. അല്ല, ഇവിടേക്ക് നിന്നെ നേരിട്ട് ഈ ഊതിനെ ഇതിലേക്കാണോ നിന്റെ ഏജൻസി കൊണ്ടുവന്നത്? അവർക്ക് ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു തന്നെ പറയാം. അങ്ങനെ ആ കോണ്ടാക്ട് വഴിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ എന്നെ ഒരു സംശയം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു ഏജൻസി ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്കിത് കിട്ടി, ഞാൻ ഇങ്ങോട്ടേക്ക് വരണം. ഇവിടേക്ക് വരണമെങ്കിൽ എങ്ങനെയാ അതിന്റെ പരിപാടി? നമ്മൾ വീടൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി കണ്ടെത്തണോ അതോ? അത് വേണ്ടി വരും. അതായത് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കോമഡേഷൻ കാണിക്കണം. പക്ഷെ അതിന് പൊതുവേ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ booking.com അങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫ്രീ ക്യാൻസലേഷനുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ എടുത്തിട്ട് അത് പ്രൂഫായിട്ട് കാണിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു 10 പേർക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് 3 മാസം അക്കോമഡേഷൻ കൊടുത്തു, ഫസ്റ്റ് 3 മാസം. അപ്പൊ അതെനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് അപ്ലൈ ചെയ്തത്. പക്ഷെ അല്ലെങ്കിലും നമുക്കിപ്പോ ഒരു Airbnb-യോ അല്ലെങ്കിൽ booking.com ഒക്കെ വെച്ച് ബുക്ക് ചെയ്യാം. വീട് നേരത്തെ കൂട്ടി കണ്ടെത്തിയായിരുന്നു ഇവിടെ വന്നപ്പോ. എനിക്ക് ഏജൻസി ഒരു ഡോക്യുമെന്റ് ശരിയാക്കി, ഒരു അക്കോമഡേഷൻ ലെറ്റർ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ശരിയാക്കി, വിസ പ്രോസസ്സിങ്ങിന് മാത്രം. ഇവിടെ വന്നിട്ട് ഞങ്ങൾ സെൽഫായിട്ട് വീട് കണ്ടെത്തേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1 മാസം എനിക്ക് നമ്മുടെ ഒരു പ്രൈസിന് പറ്റിയ ഒതുങ്ങിയിട്ടുള്ളൊരു വീട് കണ്ടെത്താൻ ഞങ്ങൾക്ക് 1 മാസം എടുത്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നതാണ്, നേരത്തെ കൂട്ടി അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അന്വേഷിച്ചിട്ട്, കാര്യം നമുക്കറിയില്ല ഇവിടുത്തെ പ്രൈസ് റേഞ്ചസ് എങ്ങനെ വരുന്നുള്ളതൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഏത് ഭാഷയാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്? ഏത് ഭാഷയായിരുന്നു? ഇംഗ്ലീഷിൽ തന്നെയാണ് എല്ലാ കോഴ്സും. മാസ്റ്റർ ഡിഗ്രി പൊതുവെ ഇംഗ്ലീഷിലാണ്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് ചിലപ്പം കിട്ടണമെന്നില്ല. നമ്മൾ വിചാരിച്ച യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ചിലപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി മാറ്റേണ്ടി വരും, ചിലപ്പം കോഴ്സ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട്, അതായത് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പോട് കൂടി ഞാൻ പല യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, സ്കോളർഷിപ്പോട് കൂടി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ? അതായത് സ്കോളർഷിപ്പ് കിട്ടുമോ നമുക്ക് ഇവിടെ വന്നാല്? അതെ, അത് ഈ യൂറോപ്പിലെ ഇപ്പോൾ എന്താ പറയാ, ഫീസ് ഇല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ജർമ്മനി, വേറെ എനിക്ക് തോന്നുന്നു വേറെ 1-2 കൺട്രീസ് ഫീസ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കൂടെ ഇറ്റലി അല്ലെങ്കിൽ ഇറ്റാലിയൻ ഗവൺമെൻറ് നമുക്ക് ഈ സ്കോളർഷിപ്പോട് നമുക്ക് തരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 5 നയാ പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഫുള്ളി ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് എന്നല്ല, ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും ഈവൻ PhD-ക്കും നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ഈ അനുരാജിന് ഫീസ് കൊടുത്താണോ ഇവിടെ പഠിച്ചത്? അല്ല, ഞാൻ വന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കോളർഷിപ്പും ഇപ്പൊ ഇവരുടെ യൂണിവേഴ്സിറ്റിയിലെ സ്കോളർഷിപ്പും വ്യത്യാസമുണ്ട്. അത് റീജിയൻ അനുസരിച്ച് മാറും. കാരണം ഓരോ റീജിയനാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ സ്കോളർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കോമഡേഷനും ഈ ഫുഡും ഫ്രീ ആയിരുന്നു. അതിന്റെ കൂടാതെ നമുക്ക് ഒരു 6 മാസം കൂടുമ്പോൾ 800 യൂറോ വെച്ചിട്ട് നമുക്ക് പൈസ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ അക്കോമഡേഷന്റെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു. ഇതിന്റെ കൂടെ പൈസയും കിട്ടും. നേരെ മറിച്ച് എൻ്റെത് അങ്ങനെയല്ല. എൻ്റെന്ന് വെച്ചാൽ ഞാൻ 1 മാസം എനിക്ക് വീട് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ, വീട് തപ്പിയെടുക്കാൻ തന്നെ 1 മാസം സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് സ്കോളർഷിപ്പ്, ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പ് കിട്ടിയത് അറ്റ് എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുമ്പോൾ ജൂണിലാണ് എനിക്ക് പൈസ കിട്ടിയത്. 5200 കംപ്ലീറ്റ്ലി എനിക്ക് നേരെ അക്കൗണ്ടിലോട്ട് വരുമായിരുന്നു. പക്ഷേ ആ ഒരു സമയം വരെയുള്ള എക്സ്പെൻസ് നമ്മൾ തന്നെ സെൽഫായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓരോ റീജിയനിൽ അനുസരിച്ച്, ഇപ്പോൾ പറഞ്ഞ പോലെ റീജിയൻ അനുസരിച്ച് വ്യത്യാസമാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യുക, വരുന്നതിന് മുന്നേ അത് ഒന്ന് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് ഒരാൾക്ക്? അതിന് എക്സാം എഴുതി പാസ്സായി അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ?
ഫസ്റ്റ് സ്കോളർഷിപ്പ് എന്തായാലും കിട്ടും. നമുക്ക് അതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് നാട്ടിൽ നിന്ന് ചെയ്തു വരണം. ഈ പറയുന്ന പോലെ നമ്മുടെ ഇൻകം അനുസരിച്ചാണ് സ്കോളർഷിപ്പ്. ഇൻകം ബേസ്ഡ് ആണ്. അതായത് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ നാട്ടിലെ ഇവിടുത്തെ ഒരു 25,000 യൂറോ പെർ ഇയർ ആണ് ഇവിടുത്തെ ലിമിറ്റേഷൻ. ഒരു 20 ലക്ഷം രൂപയായി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യല്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്കിപ്പോ വീടുണ്ടെങ്കിൽ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ എത്രയാണ്, അതുപോലെ അതെ, അങ്ങനെ 4 സർട്ടിഫിക്കറ്റ്. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഒരാളുടെ ഇൻകമിനെ ആശ്രയിച്ചാണ് നമ്മുടെ സ്കോളർഷിപ്പ് കിട്ടുന്നത് അല്ലെ, അതിന് വേരിയേഷൻ അല്ലേ. പക്ഷെ ഇവിടുത്തെ ബാർ ഹൈ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നവർ എല്ലാവർക്കും ആളുകളും കിട്ടാറുണ്ട്. പിന്നെ നിങ്ങളിപ്പോ അവിടെ നിന്ന് വന്ന് ഇപ്പൊ ഇവിടെ വിസ ഇത് പഠിക്കാൻ വന്നല്ലോ, നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടുന്നതിന്? നിങ്ങൾക്ക് സ്റ്റുഡൻസ് വിസ അത് ഒരു 2 വർഷത്തിൽ അങ്ങനെയാണോ കൊടുക്കുന്നത്? അത് നമ്മൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 വർഷത്തേക്കാണ് നമുക്ക് സ്റ്റുഡന്റ് വിസ കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. അത് ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ പുതുക്കണം. അത് പുതുക്കാനും അതുപോലെ സ്കോളർഷിപ്പ് അടുത്ത വർഷത്തേക്ക് കിട്ടാനും നമുക്ക് എക്സാംസ് പാസ്സാവേണ്ട ആവശ്യമുണ്ട്. എക്സാം പാസ്സായില്ലെങ്കിൽ പുതുക്കാൻ പറ്റില്ല വിസ. പക്ഷെ അത് ഓരോ ഇയർ അനുസരിച്ച് മാറും. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നത് 4 എക്സാമോ അങ്ങനെ എന്തോ പാസ്സായാലേ പറ്റുള്ളൂ എന്നാ തോന്നുന്നു. എല്ലാം പാസ്സാകണമെന്നില്ല. ഇല്ലില്ല. സ്കോളർഷിപ്പിനും അങ്ങനെ എല്ലാം പാസ്സാവണമെന്നില്ല, പകുതി. അതായത് ഇപ്പോ നമ്മളൊന്ന് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ എക്സാം കുറച്ച് ടഫാണ്. എന്നാലും നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാം. എന്തുകൊണ്ടാണ് ടഫാണ്? പഠിക്കാൻ ബുദ്ധിമുട്ടാണോ ഡിഗ്രി ചെയ്യാനായിട്ട്? പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതും ശരിയാണ്. ആ ഒരു രീതിയല്ല. ഇവിടെ കുറച്ചുകൂടെ ഇൻഡെപ്തിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ എക്സാംസിന്റെ പാറ്റേൺസും ഒരുപാട് വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോ എല്ലാം നമ്മൾ റിട്ടൺ എക്സാം മാത്രമല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ പ്രൊഫസറുമായിട്ട് ഇരിക്കും. എന്നിട്ട് പ്രൊഫസർ ആ സമയത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ തരും, അല്ലെങ്കിൽ ഒരു പക്ഷെ റിട്ടേൺ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് ഓറൽ എക്സാം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വരുന്ന ആ സമയത്ത് വരുന്ന ചോദ്യം ചോദിക്കുക. അപ്പൊ എന്തും ആവാം, ഏത് ഭാഗത്തും വേണ്ടി വരാം. അതെ അതെ. അപ്പൊ നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കും. മാത്രമല്ല നമുക്കിങ്ങനെ ചുമ്മാ കത്തിയടിച്ച് എഴുതുന്ന ഒരു പരിപാടി പറ്റില്ല. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു പക്ഷെ പ്രൊഫസർ നമുക്കൊരു പ്രോബ്ലം തരും. അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിന്റെ ഒരു രീതി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വെറുതെ കുറെ എഴുതി വെക്കുന്നതിൽ കാര്യമില്ല. അതാണ് ആ വ്യത്യാസം മെയിനായിട്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ, അതായത് ഇപ്പൊ യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് സ്റ്റേജ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ഇന്റേൺഷിപ്പ്. അപ്പൊ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കമ്പനികൾ നമുക്ക് ജോലി സാധ്യത കൂടുതലുണ്ട്. അതെ അതെ, അത് കൂടുതലുണ്ട്. അങ്ങനെ മറ്റാണോ? നമ്മുടെ അനുരാജ് ഒരു മൾട്ടി ഇന്റർനാഷണൽ കമ്പനി ദനിയേൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്യാണ് കേട്ടോ. എത്ര വർഷം? 1 വർഷമായി. ഞാനിപ്പോ 1 വർഷം ആവാറായി. അതായത് ഞാനും ഇതുപോലെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ സമയത്ത് സ്റ്റേജ് ചെയ്തിട്ടുണ്ടായി. അത് പക്ഷെ വേറൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായി. അത് വേറൊരു കമ്പനിയിലായിരുന്നു. അത് പിസയുടെ അടുത്ത് തന്നെ ലൂക്ക എന്ന് പറഞ്ഞൊരു സിറ്റിയിലായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ ഫുൾ ടൈം ജോബിന് ഓഫർ വന്നത്. അപ്പൊ എനിക്ക് ഈ ഓഫർ അവിടെ കാണിച്ചപ്പോൾ അവര് ഓഫർ തന്നു. പക്ഷെ ഞാൻ രണ്ടിലും ബെറ്റർ നോക്കിയിട്ട് ഇവിടെ ചൂസ് ചെയ്തു. ഡനിയേൽ കുറച്ചുകൂടെ വലിയ കമ്പനിയാണ്, കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ്. വാഷിദ് ഇപ്പൊ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വാഷിദിന്റെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു ഈ കൊറോണയുടെ സമയത്തായിരുന്നു. ഞാൻ ഏപ്രിലായിരുന്നു എന്റെ ഗ്രാജുവേഷൻ. കൊറോണ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. പക്ഷെ അവര് ഓൺ ടൈമിൽ ഗ്രാജുവേഷൻ നടത്തി എന്നുള്ളതാണ്. ഓൺലൈനിലായിരുന്നു എന്ന് മാത്രം. പിന്നെ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഒട്ടുമിക്ക കോഴ്സുകൾക്കും അതൊരു കമ്പൽസറി ആണ്. ഒട്ടുമിക്ക ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ ചിലർ 2 മാസം ചെയ്യും, 6 മാസമൊക്കെ ചെയ്യാം. പിന്നെ ഞാനും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് അധികം ഒരുപാട് പറയാനുണ്ട്. പക്ഷെ സമയത്തും ചുരുക്കി വരുന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് തീർത്തു പോകുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളിപ്പോ സ്റ്റഡി വിസയ്ക്ക് വന്നു, ഇപ്പൊ ജോലിക്ക് കയറി. ഇപ്പൊ നിങ്ങളുടെ വിസ ഏതാ? ഇപ്പൊ എന്റെ വിസ ലവോറാണ്, ജോബിന്റെ വിസയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ഫോർ ജോബ് എന്ന് പറഞ്ഞൊരു, അതായത് ജോബ് സെർച്ച് വിസ, അപ്പൊ ഞാൻ ഏപ്രിലിൽ ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിസ ഉണ്ട്. 1 വർഷം നമുക്ക് ഗവൺമെന്റ് ഒരു വിസ തരും, നമുക്ക് ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ളത്. ആ വിസയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റഡി വിസയ്ക്ക് വന്ന് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 1 വർഷത്തേക്ക് നമുക്ക് ജോലി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിസയോട് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എവിടെയും ജോലി കണ്ടുപിടിച്ച് നമ്മുടെ ജോബ് വിസയാക്കി മാറ്റാം അല്ലേ?
ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഇന്ന രീതിയിലൂടെ വരണം അല്ലെങ്കിൽ അങ്ങനെ വല്ല ആദ്യം പറയാനുള്ള ഈ ഏജൻസികളെ കുറിച്ചാണ്. കൂടുതൽ എമൗണ്ട് കൊടുക്കാതെ സെൽഫായിട്ട് ഏറ്റവും നല്ലത് സെൽഫായിട്ട് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. കാര്യം ഒരുപാട് പൈസ കൊടുത്തിട്ട് നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതിലൊന്നും പെടാതിരിക്കും. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ജോലി പഠിക്കാൻ വന്നിട്ട് പിന്നെ പഠിക്കാൻ പറ്റാണ്ടായി അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തിരിച്ച് നാട്ടിലേക്ക് പോകുക, അത് ആരെങ്കിലും ഇവിടെയൊക്കെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച്? അത് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് 20 hours പെർ വീക്കാണ് മാക്സിമം നമുക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുള്ളത് സ്റ്റുഡൻറ് വിസ വെച്ചിട്ട്. പക്ഷേ നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇപ്പോൾ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അത് പെർമനൻ്റ് ആയി കിട്ടാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ജോബ് ഓണർ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ജോബ് ഓണറിന് കുഴപ്പമില്ല, അവർ കൺവേർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അത് നമ്മുടെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. പിന്നെ ഇറ്റാലിയൻ എന്ന് പറയുന്നത്, ഇറ്റാലിയൻ ലാംഗ്വേജ് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇറ്റലിയിൽ പഠിക്കാനാണെങ്കിലും ഇറ്റലിയിൽ ജോലി ചെയ്യാനാണെങ്കിലും. ഒരുപക്ഷെ നമ്മുടെ കോഴ്സ് ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പുറത്ത് ഇറങ്ങി സംസാരിക്കാനൊക്കെ ഇറ്റാലിയൻ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾ പരമാവധി ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഏജൻസിയെ നോക്കാതെ സെൽഫായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ പൈസയിൽ ഒരുപാട് ഒരു 60,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, അതല്ലെങ്കിൽ 60,000 ഇതിൽ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പരിശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഫ്രണ്ട് വാഷിദ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിക്ക് മുമ്പ് അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവൻ പറയും. അതെ, ഞാൻ 1.5 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ഏവർക്കും ബായ്.